നമസ്കാരം. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുന്നതിനെ കുറിച്ചും ഇപ്പോൾ പാലിക്കേണ്ടുന്ന നിബന്ധനകളെ കുറിച്ചുമൊക്കെ ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഒരു വിവാദപരമായ ചില പ്രസ്താവനകൾ ചില ദൃശ്യ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രപതി, ഗവർണർ, ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ നിർബന്ധമായിട്ടും 3 മിനിറ്റ് 10 സെക്കൻഡ് ദൈർഘ്യമുള്ള ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ പൂർണ്ണമായ ഒരു ആലാപനം ഉണ്ടാവണം എന്നുള്ള ഒരു നിബന്ധന അത് നിയമവിധേയമായിട്ട് ഇപ്പോൾ ഭാരത സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ സ്കൂളുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ആലപിക്കാമെന്നും ദേശീയ ഗാനവും ദേശീയ ഗീതവും ആലപിക്കേണ്ടുന്ന സാഹചര്യമുണ്ടെങ്കിൽ ദേശീയ ഗാനത്തിന് മുൻപ് ദേശീയ ഗീതം ആലപിച്ചിരിക്കണം എന്നുമൊക്കെയാണ് വ്യവസ്ഥ. അതേപോലെ ദേശീയ ഗീതത്തെ ഉണ്ടാക്കുന്ന തരത്തിൽ അവമതിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളോ അല്ലെങ്കിൽ ദേശീയ ഗീതം ആലപിക്കുന്ന സമയത്ത് അതിനെ അപമര്യാദയോടുകൂടി കാണുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ ദേശീയതയുടെ പ്രതീകങ്ങളെ അപമാനിച്ചു എന്ന ആ ഒരു തത്വം, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51 സബ് ക്ലോസ് A(1) പ്രകാരം നമ്മുടെ ആ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് പെടുത്തിയിരിക്കുന്ന ദേശീയതയുടെ പ്രതീകങ്ങളെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒരു തത്വമുണ്ട്. അതിന് പ്രകാരം ശിക്ഷാർഹവുമൊക്കെയായി മാറുന്ന ഒരു നിയമമായിട്ട് ഇത് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ദേശീയ ഗീതം അതിന്റെ 150ാമത് വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. 1876 ഈ വന്ദേമാതരം എഴുതപ്പെട്ടത്. ഈ വന്ദേമാതരം എഴുതിയത് ബംഗാളിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് ബംഗാളിലെ രാഷ്ട്രീയപരമായ സാഹചര്യങ്ങൾ മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് ഇതിനെ നിലവിൽ ബംഗാളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുമെല്ലാം കണക്കാക്കുന്നത്. ദേശീയതയുടെ പ്രതീകമാണ് എന്ന ഒരു വാദം ഉയർത്തിക്കൊണ്ട് ഈ ദേശീയ ഗീതമായ വന്ദേമാതരത്തെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധമാക്കി മാറ്റുന്നു എന്നാണ് ഈ ഗവൺമെന്റിനെതിരെ, കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റിനെതിരായിട്ട് ബംഗാൾ സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ ഇപ്പോൾ ചർച്ചയായി വന്നിരിക്കുന്നത് ദേശീയ ഗീതമായ വന്ദേമാതരമാണ്. അപ്പോൾ ഈ വന്ദേമാതരത്തിന്റെ പ്രസക്തി എത്രത്തോളമാണ് എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊന്നും മനസ്സിലാക്കുവാനുള്ള ഒരു അവസരമായിട്ട് വേണം ഇതിനെ കണക്കാക്കുവാൻ. 150 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഒരു കീർത്തനമാണ് ഈ വന്ദേമാതരം. ഈ വന്ദേമാതരം രചിക്കപ്പെടുവാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇംഗ്ലീഷുകാരുടെ ഓഫീസിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ഒരു ക്ലർക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഗുമസ്തനായിട്ട് സേവനം ചെയ്ത വ്യക്തിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അക്കാലത്ത് ഈ ബ്രിട്ടീഷുകാർ തന്നെ ഒരു മുദ്രാവാക്യം രചിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു സ്ലോഗൻ അവർക്കുണ്ടായിരുന്നു. ആ സ്ലോഗൻ ഇപ്രകാരമായിരുന്നു: ദൈവം ബ്രിട്ടീഷ് രാജ്ഞിയെ രക്ഷിക്കട്ടെ എന്ന് തുടങ്ങുന്ന ഒരു കീർത്തനമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അത് ഏറ്റുവാങ്ങി ചൊല്ലേണ്ടി വന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഉള്ളിലുണ്ടായ ഒരു അമർഷത്തിന്റെ പ്രതിഫലനമായിട്ട് പോലും ഈ വന്ദേമാതരത്തെ കണക്കാക്കുകയാണ്. വന്ദേമാതരം എന്ന് പറയുമ്പോൾ പിറന്ന ഭൂമിയായ ഭാരതഭൂമിയെ സ്തുതിച്ചുകൊണ്ടുള്ളൊരു കീർത്തനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിന് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു പഴയ ഇതിവൃത്തം എടുത്തു. അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിനും ഒരു 100 വർഷം പിന്നിലേക്ക് പോയി. എന്ന് വെച്ചാൽ 1770 മുതൽ 1800 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അന്ന് ഇവിടെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായിട്ട്, ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഏറ്റവും അടുത്ത എറാൻ മൂലികളായിട്ട് നിന്നിരുന്ന ജന്മി വിഭാഗത്തിനെതിരായിട്ട് ഇവിടെ ഒരു കലാപം നടന്നിരുന്നു. ആ കലാപം അറിയപ്പെടുന്ന പേരാണ് സന്യാസി റിബലിയൻ അല്ലെങ്കിൽ സന്യാസി കലാപം എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണഗതിയിലെ സന്യാസിമാരെ നമുക്കറിയാം, ശാന്തി മന്ത്ര ധ്വനികൾ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ആളുകളാണ് അവർ. ഭിക്ഷാന്തേഹികളാണ് അവർ. ജനങ്ങൾ നൽകുന്ന ഭക്ഷണവും ദക്ഷിണയും വാങ്ങി സമാധാനപരമായിട്ട് ജീവിക്കുന്നവരാണ് സന്യാസിമാർ. പക്ഷെ ആ സന്യാസിമാർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളും ഏന്തിക്കൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ജന്മിമാർക്കും എതിരായിട്ടൊരു കലാപത്തിന് മുതിരണമെന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ബംഗാൾ എന്ന പ്രദേശം ബ്രിട്ടീഷുകാർ അവരുടെ ചൊൽപ്പടിയിൽ കൊണ്ടുവന്നൊരു കാലഘട്ടം കൂടിയാണ് 1750 ശേഷമുണ്ടായ കാലഘട്ടം എന്ന് പറയുന്നത്. 1757 പ്ലാസ് യുദ്ധം, 1764 ബക്സാർ യുദ്ധം, 1765 അലഹബാദ് ഉടമ്പടി,
അതിനുശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കിയ ഡ്യുവൽ ഗവൺമെന്റ് മുതലായ സമ്പ്രദായങ്ങൾ ഇവിടെ ബ്രിട്ടീഷ് ഭരണത്തിന് വേരുകളാഴ്ത്തുവാൻ സഹായകമായ ചില സാധ്യതകൾ അവർക്ക് നൽകുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഇവിടെയുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർ അവരുടെ സ്വന്തം സേനയെ പിരിച്ചുവിട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ സേനയെ അതാത് രാജ്യങ്ങളിൽ നിയമിച്ച് ശമ്പളം നൽകുന്ന ഒരു വ്യവസ്ഥ വന്നിരുന്നു. ഫെൻസിംഗ് പോളിസി എന്നൊക്കെയാണ് ആദ്യകാലത്ത് ഇത് അറിയപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് ഇത് വെല്ലസ്ലി പ്രഭു വന്നപ്പോൾ സബ്സിഡിയറി അലയൻസ് എന്നൊരു പേര് മാറ്റം മാത്രമാണ് ഉണ്ടായത്. അങ്ങനെ ഇവിടെ ഓരോ രാജ്യത്തും ഉണ്ടായിരുന്ന തദ്ദേശീയരായ സേനകൾക്ക് പണി നഷ്ടപ്പെട്ടു. തൊഴിൽ രഹിതരായ സേന തിരികെ വീട്ടിലേക്ക് പോയ അവർ അവരുടെ കുടുംബം അന്ന് കൃഷിയാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗമായിട്ട് കൊണ്ടു നടക്കുന്നത്. കൃഷിയിൽ ഏർപ്പെട്ടു. അപ്പൊ കൃഷിയിൽ അമിതമായിട്ട് തൊഴിലാളികൾ വന്നു ചേരുകയാണ്. അങ്ങനെ കൃഷിയെ അമിതമായിട്ട് ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം നാട്ടിൽ വർദ്ധിച്ചു. ഈ കാലയളവിൽ ബംഗാളിൽ വരൾച്ചയുണ്ടായപ്പോൾ ഉദ്ദേശിച്ച വിളവ് ലഭിച്ചില്ല. തൽഫലമായിട്ട് വിളവ് മെച്ചപ്പെടുത്തുവാൻ കൂടുതൽ മാർഗങ്ങൾ ആസൂത്രണം ചെയ്യണം. അതിന് പണച്ചെലവ് ഉണ്ടാവും. അതുകൊണ്ട് കൃഷിഭൂമിയുള്ള ആളുകൾ, അക്കാലത്ത് മണി ലെൻഡർമാർ എന്ന പേരിൽ പലിശക്ക് പണം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഇവരിൽ നിന്നും പണം ധാരാളമായിട്ട് വാങ്ങുകയുണ്ടായി. പക്ഷേ കാലാവസ്ഥ മോശമായിരിക്കുന്ന പ്രതിഭാസം തുടർച്ചയായിട്ട് കുറച്ച് വർഷങ്ങളുണ്ടായി. അതോടുകൂടി ഈ എടുത്ത പൈസ തിരിച്ചടക്കാൻ പറ്റാതെ കൃഷിഭൂമി എന്ന് പറയുന്നത് ഈ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്ന പലിശക്ക് പണം കൊടുക്കുന്ന ആളുകളൊന്നും ജപ്തി ചെയ്തു. അങ്ങനെ കർഷകന്റെ കുടുംബവും പെരുവഴിയിലായ ഈ കർഷകനും അവന്റെ കുടുംബത്തിനും അഭയമൊന്നുമില്ല. അവർ എന്തു ചെയ്യുകയാണ്? സന്യാസിമാരുടെ ആശ്രമങ്ങളിലേക്ക് ചെന്ന് ചേക്കേറുകയാണ്. അങ്ങനെ സന്യാസിമാരുടെ എണ്ണത്തിൽ കുത്തനെ ഒരു വർധനം ഉണ്ടാവുകയാണ്. അതായത് കർഷകരായിട്ടുള്ള ആളുകൾ, പട്ടാളത്തിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട സന്യാസികളായിട്ടുള്ള ആളുകൾ, യഥാർത്ഥ സന്യാസിമാർ, ഇങ്ങനെ ഇവരെല്ലാവരും അലഞ്ഞു തിരിയുന്ന ഭിക്ഷാന്തേഹിമാരായ സന്യാസിമാരായി മാറ്റപ്പെട്ടൊരു കാലഘട്ടമാണത്. പട്ടിണി മൂലം കൃഷിയില്ല. ഇപ്പോൾ പട്ടിണി ഉണ്ടായി, ക്ഷാമമുണ്ടായി. ക്ഷാമത്തെ നേരിടുന്നതിനുള്ള ബദൽ മാർഗങ്ങളെ കുറിച്ച് ഭരണകൂടമോ കളക്ടറോ ഒന്നും ആലോചിക്കുന്നില്ല. നാട്ടുകാർ മുഴുവനും പട്ടിണിയിലാണ്. ഇങ്ങനെ പട്ടിണിയിലായ നാട്ടുകാർ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ കർഷകരും അതേപോലെ സൈന്യത്തിൽ നിന്നും പിരിച്ചുവിട്ടവരും അവർക്കിപ്പോ സന്യാസിമാരുടെ കൂടെയല്ലേ. അവർ നിശ്ചയിച്ചു, ജനം പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ പത്തായപ്പുരകൾ നിറഞ്ഞിരിക്കുന്നു. ആ പത്തായപ്പുരകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ധാന്യമെടുത്ത് സാധാരണ ജനങ്ങൾക്ക് വിതരണം ചെയ്യണം. എന്താ ചെയ്തത്? ജന്മിമാരുടെ പത്തായപ്പുരകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ധാന്യമെടുത്ത് വിതരണം ചെയ്യുവാനായിട്ട് ഈ സൈന്യത്തിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ആൾക്കാർ, കർഷകർ തീരുമാനിച്ചു. ജന്മിമാരുടെ ഭവനങ്ങൾ ആക്രമിക്കപ്പെട്ടു, കൊള്ള ചെയ്യപ്പെട്ടു, പത്തായപ്പുരകൾ കുത്തി തുറക്കപ്പെട്ടു, ധാന്യങ്ങൾ വിതരണം ചെയ്യപ്പെട്ടു. അക്കൂട്ടത്തിൽ ജന്മിമാരുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്ന പട്ടയം, ആധാരം, ഇതൊക്കെ ഈ കർഷകർ ആയിട്ടുള്ള ആൾക്കാരും പട്ടാളക്കാരും ഒക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. ജന്മിമാരുടെ സൈന്യം ഇവരെ എതിരിട്ടു. പട്ടാളക്കാരല്ലേ ഉള്ളത്. ആ പട്ടാളത്തിന്റെ പ്രതിരോധത്തിന് മുന്നിൽ ജന്മിമാരുടെ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ജന്മിമാർ ബ്രിട്ടീഷുകാരുടെ നിഴലാണ്, ഏറ്റവും അടുത്ത തോഴരാണ്. അതുകൊണ്ട് ജന്മിമാരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പട്ടാളവും രംഗത്തെത്തി. അങ്ങനെ ബ്രിട്ടീഷ് പട്ടാളത്തെയും ജന്മിമാരുടെ കാവൽ സേനയെയും ഒരേ സമയത്ത് തന്നെ ഈ സന്യാസി വിഭാഗത്തിന് നേരിടേണ്ടതായിട്ട് വന്നു. ബ്രിട്ടീഷുകാരോടുള്ള അമർഷം മൂത്ത കർഷകരും സന്യാസിമാരും ഈ പട്ടാളക്കാരായിട്ടുള്ള ആൾക്കാരും ബ്രിട്ടീഷ് സൈന്യത്തെ നിശേഷം തുടർച്ചയായിട്ട് കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായിട്ട് പല സ്ഥലങ്ങളിലും വെച്ച് ആക്രമിക്കുകയും അങ്ങനെ ഏകദേശം ഒരു 30 വർഷക്കാലത്തോളം ബ്രിട്ടീഷ് സേനയ്ക്ക് യാതൊരു തരത്തിലുള്ള മുൻതൂക്കവും ലഭിക്കാതെ തികച്ചും പരാജിതരായിട്ട് പിന്മാറേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അതായത് മാതൃഭൂമിക്ക് വേണ്ടി, പിറന്ന നാടിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരോട് പോരാടുകയും ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുകയും ചെയ്തത് ആ സന്യാസിമാരാണ്. ആ സന്യാസിമാരിൽ നിന്നും ഊറ്റം കൊണ്ട് അല്ലെങ്കിൽ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ മക്കൾ പോരാടേണ്ടതുണ്ട് എന്നൊരു സന്ദേശം ഇവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് ദൈവം ബ്രിട്ടീഷ് രാജ്ഞിയെ രക്ഷിക്കട്ടെ എന്നുള്ള ആ ഒരു സ്തുതിഗീതം എല്ലാ ദിവസവും ചൊല്ലേണ്ടി വന്ന പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനായ ബങ്കിം ചന്ദ്ര ചാറ്റർജിക്ക് ഉണ്ടാവുകയാണ്. ആ അമർഷം തീർക്കുവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട നമ്മുടെ ആത്മാഭിമാനത്തെ ഉണർത്തുന്ന തരത്തിലുള്ള ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നുവെന്ന് തന്റെ തലമുറയെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു രചന നടത്തി. അതാണ് 1776 എഴുതിയ വന്ദേമാതരം എന്ന് പറയുന്ന ഈ ഒരു കീർത്തനം. ആ വന്ദേമാതരം എന്നുള്ള കീർത്തനം എഴുതുക മാത്രമല്ല, പഴയകാലത്തെ സന്യാസി കലാപത്തെക്കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഒരു വിവരണാത്മകമായ ഒരു ലേഖനം തയ്യാറാക്കി. അതിൽ ഭവാനി പാഠക്, ഭവാനന്ദൻ എന്ന് പറയുന്ന ഒരു സന്യാസി ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ തന്റെ കൂടെ നിൽക്കുന്ന സന്യാസിമാരെയും കർഷകരെയും പ്രചോദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം പാടുന്നൊരു കീർത്തനമായിട്ടാണ് വന്ദേമാതരത്തെ കൊടുത്തിരിക്കുന്നത്. ഇത് കൃതിയായി പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ ഏകദേശം 1882 6-7 വർഷങ്ങൾ കൂടി കഴിഞ്ഞു. അങ്ങനെ വന്ദേമാതരം പ്രസിദ്ധീകരിക്കപ്പെട്ടു.
വന്ദേമാതരം ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അന്ന് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപം കൊണ്ടപ്പോൾ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ആ പ്രസ്ഥാനം അവരുടെ ഒരു മുദ്രാവാക്യമായിട്ട് 1896 ഈ വന്ദേമാതരത്തെ തിരഞ്ഞെടുക്കുകയാണ്. വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 വരികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുക്കുക മാത്രമായിരുന്നില്ല ഇവർ ചെയ്തത്. 1896 കൽക്കട്ടയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമുണ്ട്. റഹ്മത്തുള്ള എം സാഹ്നി എന്ന വ്യക്തി പ്രസിഡന്റ് ആയിട്ടിരുന്നൊരു സമ്മേളനം. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് രവീന്ദ്രനാഥ ടാഗോറാണ് വന്ദേമാതരം ഒരു പൊതുവേദിയിൽ ആദ്യമായിട്ട് ആലപിച്ചത്. ഈ വന്ദേമാതരത്തെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മറ്റാരുമായിരുന്നില്ല, അരവിന്ദ ഘോഷാണ്. അരവിന്ദ ഘോഷ്. ഈ കീർത്തനം എന്ന് പറയുന്നത് ദേശ് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദേശ് രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഒരു കീർത്തനം ഏത് കീർത്തനമാണ്? നമ്മുടെ വന്ദേമാതരം എന്ന് പറയുന്ന ഒരു കീർത്തനം. ഇതിനെ ദേശീയ ഗാനമായിട്ട് ഉയർത്തണമെന്നൊക്കെയുള്ള ഒരു തർക്കം നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ച 1946 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. 46 മുതൽ 50 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ദേശീയ ഗാനം ഏതാവണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയൊക്കെ നടന്നൊരു കാലഘട്ടമാണ്. ഈ കാലത്തിലാണ് വന്ദേമാതരവും ജനഗണമനയും ഇതിലേതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കാലയളവിൽ ഈ വന്ദേമാതരം എന്നുള്ള വരികളുടെ അവസാന ഭാഗത്ത് അതൊരു ഹൈന്ദവ ഭക്തിഗാനമായിട്ട് മാറ്റപ്പെടുന്നുണ്ട്. ഭാരതമാതാവ് എന്നൊരു സങ്കല്പത്തിലേക്ക് അത് മാറുന്നുണ്ട്. ചാമുണ്ഡി ദേവിയെ അല്ലെങ്കിൽ ചണ്ഡികാദേവി എന്ന് പറയുന്ന ബംഗാളിലെ യുദ്ധദേവതയെ പ്രകീർത്തിക്കുന്ന ഒരു കീർത്തനമായിട്ട് ഇത് മാറ്റപ്പെടുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിഭജനം എന്ന് പറയുന്നത് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യയെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചുകൊണ്ട് രാഷ്ട്രങ്ങൾ 2 രൂപീകരിക്കണമെന്ന് മുഹമ്മദ് അലി ജിന്നയെ പോലുള്ള മതമൗലികവാദികൾ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്നത് തങ്ങളുടെ നയമല്ല എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹൈന്ദവതയുടെ അംശം കൂടുതലുള്ള ഈ ഒരു വന്ദേമാതരം എന്ന് പറയുന്ന ഒരു കീർത്തനത്തെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് എടുക്കേണ്ടതില്ല എന്നൊരു നിഗമനത്തിൽ രവീന്ദ്രനാഥ ടാഗോറും മഹാത്മാഗാന്ധിജിയും എത്തിച്ചേരുന്നുണ്ട് എന്ന് ചില ചരിത്ര പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തീരുമാനം കോൺഗ്രസിന്റെ അന്തിമവാക്ക് മഹാത്മാഗാന്ധിയാണ്. സാഹിത്യത്തിന്റെ അന്തിമവാക്ക് എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറുമാണ്. അങ്ങനെ ടാഗോറിന്റെയും ഗാന്ധിജിയുടെയും വാക്കുകൾ സ്വീകരിക്കപ്പെടുകയും വന്ദേമാതരത്തിന് ദേശീയ ഗാനത്തിന് തത്തുല്യമായ ഒരു സ്റ്റാറ്റസ് നൽകിക്കൊണ്ട് 1950 ജനുവരി 24 ദേശീയ ഗീതമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. അങ്ങനെ ദേശീയ ഗീതം എന്ന നിലയിലാണ് വന്ദേമാതരത്തിന് ഇപ്പോൾ നിലവിൽ ഒരു സ്ഥാനം ഉള്ളത്. ആ വന്ദേമാതരത്തിനെയാണ് നമ്മൾ ഇന്നു മുതൽ അല്ലെങ്കിൽ പുതിയ ആ ഒരു നിയമപ്രകാരം ഇപ്പോൾ രാഷ്ട്രപതി, ഗവർണർ, ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ പങ്കെടുക്കുന്ന വേദികളിൽ നിർബന്ധമായിട്ടും വന്ദേമാതരം ആലപിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു നിയമത്തിലേക്ക് പോകുന്നത്. നിയമം നിർമ്മിക്കുക എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭകളുടെ ചുമതലകളാണ്. ആ നിയമനിർമ്മാണം ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് നിയമസഭാ സാമാജികരുടെ ചുമതലയുമാണ്. നിയമം ശിരസാവഹിക്കുക എന്ന് പറയുന്നത് സാധാരണപ്പെട്ട നമ്മളെപ്പോലുള്ള പൗരന്മാരുടെയും ചുമതലയാണ്. നിയമത്തിന് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളോ അപര്യാപ്തതകളോ ഉണ്ടെങ്കിൽ ആ നിയമത്തെ പരിശോധിച്ചുകൊണ്ട് അത് നിലനിൽക്കേണ്ട നിയമമാണോ അതിനെ പിൻവലിക്കേണ്ട നിയമമാണോ എന്ന് തീരുമാനമെടുക്കേണ്ടത് സുപ്രീം കോടതിയുമാണ്. ദേശീയതയുടെ പ്രതീകമായ വന്ദേമാതരം ഇപ്പോൾ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വന്ദേമാതരം നിർബന്ധമാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യത്തിനെ അനുകൂലിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടുമൊക്കെയുള്ള വാദമുഖങ്ങളൊക്കെ ഉയർന്നു വരുന്നത് കൊണ്ട് ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ പ്രസക്തി ഈ ഒരു കാലഘട്ടത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വന്ദേമാതരം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു അവസരം ലഭിച്ചു എന്ന സന്തോഷത്തോടു കൂടിയാണ് വന്ദേമാതരത്തെ കുറിച്ച് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.